സ്നേഹാദരണീയരായ സഹോദരിമാരെ, സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ ദൈവം തമ്പുരാൻ്റെ രക്ഷയും സമാധാനവും നമ്മിൽ സർവദാ വർഷിക്കുമാറാകട്ടെ. വളരെ സന്തോഷകരമായ ഒരു സായാഹ്നത്തിലാണ് നമ്മൾ കൂടിയിട്ടുള്ളത്. പ്രവാചകൻ പറഞ്ഞു, നോമ്പുകാരന് രണ്ട് സന്തോഷാവസരങ്ങളുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുന്ന സന്ദർഭവും മറ്റൊന്ന് ദൈവത്തെ കണ്ടുമുട്ടുന്ന സന്ദർഭവും. നോമ്പ് തുറക്കുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ ഏറെ സന്തോഷമുള്ള ഈ സന്ദർഭത്തിലാണ് സഹോദരങ്ങളായ നിങ്ങൾ ഓരോരുത്തരെയും ആ സന്തോഷത്തിൽ പങ്കുചേർക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത്. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ ഞങ്ങളെയും സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കണ്ണൂരിൻ്റെ ഈ പരിച്ഛേദം. പ്രവാചകൻ്റെ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ പൂർത്തീകരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, തൻ്റെ ശിഷ്യനായ അനസിനോട് പറഞ്ഞു, മോനെ, നിനക്ക് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒരാളോടും വിദ്വേഷമില്ലാതെ കഴിഞ്ഞുകൂടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ മഹത്തരമായ ഒരു ദിവസം നിനക്ക് കഴിഞ്ഞു പോകുന്നില്ല എന്ന് പറയുകയുണ്ടായി. ഇന്ന് നമുക്കറിയാം, വിദ്വേഷം ജ്വാലയായി, അതൊരു അഗ്നിയായി ലോകം മൊത്തം പടർന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ മരിച്ചു വീഴുമ്പോൾ കാണുമ്പോൾ അവർ അതർഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്രത്തോളം അവരോട് വിരോധമുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. മനസ്സിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് വെറുപ്പായിരിക്കും രൂപപ്പെട്ടു വരിക. അതുകൊണ്ട് സ്നേഹം മനസ്സിൽ നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് പ്രപഞ്ചനാഥൻ നമുക്ക് ഒരുപാട് ധാർമ്മിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. വേദഗ്രന്ഥത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു വാക്ക് അതിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, വലാ തസ്തബിൽ ഹസനത്തു വല സയ്യ, നന്മയും തിന്മയും ഒരിക്കലും തുല്യമാവുകയില്ല. ഇത് ഫബില്ലത്തിഹി അഹ്സൻ, അതുകൊണ്ട് നീ തിന്മയെ ഏറ്റവും ഉത്കൃഷ്ടമായ നന്മ കൊണ്ട് പ്രതിരോധിച്ചു. ഫൈദല്ലദീ ബൈനക വ ബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം, എങ്കിൽ നിന്നോട് ശത്രുത പുലർത്തുന്നവൻ നിന്റെ ആത്മമിത്രമായി തീരുന്നത് നിനക്ക് കാണും. അതുപോലെ മറ്റൊരിടത്ത് പറഞ്ഞു, വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖറബു ലിത്തഖ്വ, ഒരു ജനതയോടുള്ള വിരോധം അവരോട് അനീതി പ്രവർത്തിക്കാൻ ഒരിക്കലും പ്രേരകമായി കൂടാ. നിങ്ങൾ നീതി പാലിക്കുക, നീതി പാലിക്കൽ ദൈവഭക്തിയോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് വേദഗ്രന്ഥം പഠിപ്പിക്കുകയാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറിവുകൾ കേൾക്കാനുള്ളതല്ല, അത് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് അതിൻ്റെ മനോഹാരിത ഉണ്ടാകുന്നത്. പ്രതാപവാനും മഹാനുമായ പ്രപഞ്ചനാഥൻ പുനരുത്ഥാന നാളിൽ മനുഷ്യനെ ഹാജരാക്കും എന്ന് പ്രവാചകൻ പറയുകയാണ്. അന്ന് മനുഷ്യനോട് ചോദിക്കും, മനുഷ്യ, ഞാൻ വിശന്നിരുന്നു, എനിക്ക് ഭക്ഷണം നൽകിയോ? മനുഷ്യൻ ആശ്ചര്യഭരിതനായി ചോദിക്കും, പ്രപഞ്ചനാഥനായ ദൈവമേ, നിനക്ക് വിശക്കുകയോ? ഇങ്ങനെയാണ് നിന്നെ ഞാൻ ഊട്ടുക? അപ്പോൾ പറഞ്ഞു, എൻ്റെ ഇന്നദാസൻ വിശന്നിരുന്നു, അവന് നീ ഭക്ഷണം നൽകിയിരുന്നെങ്കിൽ എന്നെ അവിടെ നിനക്ക് കണ്ടെത്താമായിരുന്നു. പിന്നീട് ചോദിക്കും, മനുഷ്യ, ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ സന്ദർശിച്ചിരുന്നോ? അപ്പോഴും മനുഷ്യൻ അന്താളിച്ചുകൊണ്ട് ചോദിക്കും, പ്രപഞ്ചനാഥനായ ദൈവമേ, നീ രോഗിയാകുകയോ? ഇങ്ങനെയാണ് നിന്നെ ഞാൻ സന്ദർശിക്കുക. അപ്പോൾ ദൈവം മനുഷ്യനോട് പറയും, എൻ്റെ ഇന്നദാസൻ രോഗിയായി കിടന്നിരുന്നു, നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ എന്നെ അവിടെ നിനക്ക് കണ്ടെത്താമായിരുന്നു. പിന്നീട് ചോദിക്കുന്നതോട്, ഞാൻ നഗ്നനായിരുന്നു, നീ എനിക്ക് വസ്ത്രം നൽകിയോ? അപ്പോൾ ചോദിക്കും, ദാസ, നീ എങ്ങനെയാണ് നഗ്നനാവുക? അപ്പോൾ പറഞ്ഞ്, എൻ്റെ ദാസൻ നഗ്നനായിരിക്കെ നീ അവൻ വസ്ത്രം നൽകിയിരുന്നെങ്കിൽ എന്നെ അവിടെ കണ്ടെത്താമായിരുന്നു. ജിക്കയുടെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ച വ്രതം അഥവാ ഉപവാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുക, കൂടെ താമസിപ്പിക്കുക, കൂടെ വസിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ദൈവത്തോട് വസിക്കുമ്പോൾ മാത്രമേ മറ്റൊരാളുടെ വിശപ്പും മറ്റൊരാളുടെ ദാഹവും മറ്റൊരാളുടെ നഗ്നതയും മറ്റൊരാളുടെ രോഗവും ഒക്കെ നമ്മുടേതായ രോഗങ്ങളായി. അതുകൊണ്ടാണ് 18 കോടി രൂപ ഒരു കുഞ്ഞിന് ചികിത്സയ്ക്ക് വേണമെന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അധ്വാനത്തിൻ്റെ ഒരു വിഹിതം അതിലേക്ക് അയച്ചു കൊടുക്കുന്നത് ഈ മനുഷ്യപ്പറ്റ് നമ്മളിൽ ഉള്ളത് കൊണ്ടാണ്. വ്രതം മനുഷ്യനെ മനുഷ്യപ്പറ്റുണ്ടാക്കുന്ന ഒരു കർമ്മമാണ്.
പ്രവാചകൻ തന്നെ പറഞ്ഞു, അസുന്ന അസൗമുൻ ജുന്ന, നോമ്പെന്നാൽ പരിചയാണ്, തിന്മയിൽ നിന്നും പ്രതിരോധിക്കുവാനുള്ളൊരു പരിചയാണ് നോമ്പ്. അതുപോലെ തന്നെ നോമ്പുകാരനോട് ശണ്ട കൂടാൻ വന്നാൽ പറയും, ഇനി സായിമുൻ, ഞാനൊരു നോമ്പുകാരനാണ്, അഥവാ ഞാനൊരു സമാധാന പ്രവർത്തകനാണ് എന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറണം എന്നാണ് നോമ്പുകാരനോട് കലഹിക്കാൻ വരുന്നതിനോട് പറയാൻ പ്രവാചകൻ ഉപദേശിക്കുന്നത്. ഈ ധർമ്മ നിയമങ്ങളൊക്കെ സാംശീകരിക്കുന്നതിലൂടെ മാത്രമാണ് ദൈവസന്നിധിയിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക. ഒരു ധനികനായ ഒരു മനുഷ്യൻ ഒരാളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ധനമെല്ലാം അവിടെ എത്തിക്കാൻ കഴിയുന്ന വല്ല മാർഗമുണ്ടോ? ജ്ഞാനിയായ ഒരു മനുഷ്യൻ അയാൾക്ക് കൊടുത്ത മറുപടി, നിനക്കതെല്ലാം എത്തിക്കാൻ സാധിക്കും. അതിനൊരു കാര്യമുണ്ട്, നീ ഇവിടുന്ന് അമേരിക്കയിൽ പോയാൽ നിന്റെ ഇവിടുത്തെ രൂപ അവിടെ നിനക്ക് കറൻസി ആക്കിയെങ്കിൽ മാത്രമേ വിനിമയം ചെയ്യാനാവൂ. നീ ഖത്തറിൽ പോയാൽ നിനക്കവിടെ ദിനാറാക്കി, അവിടെ ദിർഹമാക്കിയെങ്കിലേ നിന്റെ ഇവിടുത്തെ ഇന്ത്യൻ നോട്ടുകൾ, കറൻസികൾ അവിടെ നിനക്ക് വിനിമയം ചെയ്യാനാവൂ. അതുപോലെ പരലോകത്തേക്ക് സൽക്കർമ്മങ്ങളായി മാറണമെങ്കിൽ നീ ഇവിടെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അവിടെ നിനക്ക് നിക്ഷേപമാകണമെങ്കിൽ ഇവിടെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ കറൻസിയുമായി നീ പോയാൽ നിനക്കവിടെ വിനിമയം ചെയ്യാൻ സാധിക്കും. നമ്മളെ എല്ലാം ദൈവസന്നിധിയിൽ വലിയ ഭാരമുള്ള സൽക്കർമ്മങ്ങളോടൊപ്പം എത്തിച്ചേരാൻ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടിയിൽ തുടക്കം മുതൽ പങ്കെടുക്കുകയും ഈ സ്നേഹോഷ്മളമായ സംഗമത്തിൽ സഹകരിക്കുകയും ഉള്ളു തുറന്ന് മനസ്സ് നിഷ്കളങ്കമായി വർത്തമാനം പറയുകയും ചെയ്യുകയും ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്ത മുഴുവൻ സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി പ്രപഞ്ചനാഥനായ ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹവും ഒപ്പം തന്നെ ഡയലോഗ് സെൻ്ററിൻ്റെ സ്നേഹോഷ്മളമായ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.